അതുപോലെ തന്നെ പെർമട്രീമ പെർലാറ്റം പെർമട്രീമ പെർലാറ്റം. നിങ്ങൾ ഈ കൽപ്പാസി എന്ന് കേട്ടുണ്ടോ? അതല്ല, ഇതാണ് സംഭവം. ഇതിനെ കൽപ്പാസി, ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ, ഡഗഡ്പൂൽ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി കാണത്തില്ല. ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആ ഒരു ടൈമിലേക്ക് നിങ്ങളുടെ ഒരു ഓർമ്മ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോമൺലി നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായലാണ്. ഇത് മരത്തേലും പാറയുടെ പുറത്തും ഒക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പായലാണ്. പണ്ട് നമ്മളിങ്ങനെ പോയി ചുരണ്ടിയൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടല്ലേ, മരത്തേലും ഉണ്ട് അതുപോലെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതാണിത് കൽപ്പാസി. സോ ഇത് ദ്രാവിഡൻ സംസ്കാരം അവരാണ് ആ ഒരു ടൈം പീരീഡിലാണ് ഇത് നമ്മുടെ ഫുഡിലോട്ടൊക്കെ ഒരു സ്പൈസസ് കാറ്റഗറിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4500 വർഷം മുമ്പ്. ഇത് മെയിനായിട്ട് നമ്മൾ കേരളത്തിൽ ഇതങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല. ഇത് നോർമലി ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻലി ഇതൊരു സ്പൈസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും ബിരിയാണിയിലും. അതുപോലെ തന്നെ ചെട്ടിനാട് കറി, ചെട്ടിനാട് ബിരിയാണി, ചെട്ടിനാട് ചിക്കൻ കറി, ഇതിനകത്തൊക്കെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. മസാല ചിക്കൻ കറിയിലും ബിരിയാണിക്കകത്തൊക്കെ മസാല നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതായത് ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് അതിൻ്റെ കൂടെ ഇതിട്ട് നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ആരോമയാണെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അത് നമ്മൾ ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഡൈജഷൻ, ഇത് ബിരിയാണിക്കകത്തൊക്കെ കൂടുതലായിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ പെയിൻ കില്ലർ ടാബ്ലറ്റിനകത്ത് ഇത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പെയിൻ കില്ലർ ടാബ്ലറ്റ്, അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നാട്ടുവൈദ്യം അങ്ങനത്തെയൊക്കെയുള്ള പണ്ട് കാലങ്ങളിൽ പാമ്പ് കടി, അതുപോലെ തന്നെ വിഷ ചികിത്സയ്ക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നു. പാമ്പ് ഇപ്പോൾ ഒരാളെ പാമ്പ് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കടിച്ച സ്പോട്ടിൽ ഇത് വെച്ച് കെട്ടും. അത് കടിച്ച പാമ്പിൻ്റെ അനുസരിച്ചിരിക്കും എത്ര ദിവസം വെച്ച് കെട്ടണം എന്നുള്ള ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. അവിടോട്ടാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇത് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ പാമ്പിൻ്റെ വിഷം തന്നെ റെഡ്യൂസ് ആയി പോകും എന്നാണ് പറയുന്നത്. ഇത് പിന്നെ കിഡ്നി സ്റ്റോൺ തടയാനുള്ളൊരു മരുന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുടവയർ കുറയാനും ഫാറ്റ് ഒക്കെ ബേൺ ചെയ്ത് കളയാനും നമുക്ക് ഇത് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഈ കൽപ്പാസിയും അതുപോലെ തന്നെ ശകലം നല്ല ജീരകവും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ എസൻസ് എല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങും. എന്നിട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് വെറും വയറ്റിൽ നമുക്ക് കുടിക്കാം. അതുപോലെ തന്നെ ഇത് സ്കിൻ അലർജി, റെസ്പിറേറ്ററി ഡിസീസ് എല്ലാത്തിനും ആണെങ്കിൽ ഒരു പരിഹാരമാണ് ഈ സംഭവം. സ്കിൻ അലർജി ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കൽപ്പാസിയും മഞ്ഞളൂടെ പേസ്റ്റ് പോലെ അരച്ച് ഈ അലർജി ഉള്ള ഭാഗത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ചിക്കൻ കറി, മട്ടൻ, ബീഫ് ഇതുപോലത്തെ കറിയൊക്കെ വെക്കുന്ന ടൈമിൽ നമ്മൾ മസാലപ്പൊടി ഇടുമല്ലോ, അതിൻ്റെ കൂടെ ഗരം മസാല ഇടുന്നതിൻ്റെ കൂടെ ഇതുകൂടെ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. കാരണം നമ്മൾ ഒരു തവണ ഇത് വെച്ചൊരു ചിക്കൻ കറിയൊക്കെ കഴിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മൊത്തവും ഇതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും. നമ്മുടെ കിച്ചണകത്ത് മുഴുവനും റൂമിനകത്ത് മുഴുവനും നമ്മളെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബയോളജിക്കൽ നെയിം പെർമോട്രീമ പെർലാറ്റോ എന്നാണ്. ഇതിന് പിന്നെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഇതിന് 1 കിലോയ്ക്ക് വില വരുന്നത് ഏകദേശം ഒരു 800 രൂപ 1000 രൂപയൊക്കെയാണ് 1 കിലോയ്ക്ക്. 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് മേടിച്ചത്. 50 ഗ്രാമിൻ്റെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആണെങ്കിൽ ഏകദേശം ഇത് നിറയെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. 50 ഗ്രാമൊന്നും നമ്മൾ കറിക്കകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ അത്ര 50 ഗ്രാമൊന്നും വേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വരും. 50 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 ഗ്രാമോ 5 ഗ്രാമോ ഒക്കെ മേടിച്ചാൽ മതി നിങ്ങൾക്ക് ചെറിയ ആവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഫോളോ ആൻഡ് സപ്പോർട്ട് ഫോർ മോർ വീഡിയോ.